നമ്മളെല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ വീഡിയോസ് കാണുമ്പോൾ പല ആൾക്കാരുടെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലും കൂടെയാണ് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ പാസ്റ്റ് 7 years. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ലൈക്ക് ഞാനൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് വാട്ട് ഓൾ സൈൻസ് ദാറ്റ് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ദിസ് സൈൻ ഇസ് ഗുഡ്, അപ്പോൾ ഇതൊരു ഹെൽത്തി, ഇപ്പോൾ നമ്മൾ റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിൽ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം ഇമോഷണൽ സേഫ്റ്റിയാണ്. ഇമോഷണൽ സേഫ്റ്റിയെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി എന്ത് പോയിൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലെന്ന് വേണം പറയാൻ. ഇമോഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു പാർട്ട്ണറുമായിട്ട് എന്ത് കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ ബേസിക്കലി ആങ്ഷ്യസ് ആവുന്നില്ല. നമ്മൾ ഫ്രീ ആണ്, കംഫർട്ടബിൾ ആണ്, റിലാക്സ്ഡ് ആണ്. അത് നമുക്ക് ആക്ച്വലി ഫിസിക്കലി കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം അയാളുടെ അടുത്ത് പറയണം എന്നുള്ള സമയത്ത് നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ടെൻസ്ഡായി ഇയാളതെങ്ങനെ എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസ്, നമ്മുടെ ഡെയിലി ലൈഫിലെ പല പല ആക്ടിവിറ്റീസ് വരുന്ന സമയത്തും ഇയാളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നതിലും നമ്മുടെ കാര്യങ്ങളിൽ അയാൾ ഇൻവോൾവ് ആവുന്നതിലും നമ്മൾ സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബേസിക്കലി. അതാണ് ഇമോഷണൽ സേഫ്റ്റിയുടെ ബേസിക്സ്. അപ്പം അത് മിനിമം ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആവണം, ഷെയർ ചെയ്യാൻ പറ്റണം, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക, മാറ്റി വയ്ക്കുക, ഇത് പറയേണ്ട ആവശ്യമില്ല, അത് പറഞ്ഞാൽ മതി, അപ്പം പറഞ്ഞാൽ മതി, ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ അല്ല. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എല്ലാ ആളുകൾക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വാലിറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. മറ്റൊരാൾ കംപ്ലീറ്റ്ലി ഒരു ഫുള്ളായിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതുകൂടെ ഇവിടെ പറയട്ടെ. മറ്റൊരാൾ വന്നിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഞാനായി മാറുന്നത്, എൻ്റെ പാർട്ട്ണർ എന്നൊക്കെ പറയും. അത് പറയുന്നതിൽ കൊള്ളാം, പക്ഷെ അത് റിയൽ ലൈഫിൽ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അതായത് ഒരാൾ വന്നിട്ട് വേണം ഞാൻ ഫുള്ളി ഒരു ഹോൾ പേഴ്സണായിട്ട് മാറാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ നമ്മൾക്ക് അവരിലും ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതുപോലെ അവരും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുക എന്ന് പറയുമ്പോൾ അതിനൊരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ലിമിറ്റ്സ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം റിലേഷൻഷിപ്സിലേക്ക് പോകുമ്പോൾ ഒരു അൺഹെൽത്തി പാറ്റേൺ ആവാം. അപ്പോൾ ആ ഇൻഡിവിജ്വാലിറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതികൾ വേറെ ആവാം, അവരുടെ ഹോബീസ് ഡിഫറെൻ്റ് ആവാം, പാഷൻ ഡിഫറെൻ്റ് ആവാം, അവരുടെ ഡെയിലി ലൈഫിലെ ഹാബിറ്റ്സ് തന്നെ ഡിഫറെൻ്റ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഒരു പാർട്ട്ണറിന് ഉണ്ടാവേണ്ട ഒരു ഫാക്ടറാണ്. ഇതൊക്കെയാണ് വെരി ബേസിക് ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആണോ എന്ന് നോക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇമോഷണൽ സേഫ്റ്റി മസ്റ്റാണ്. അത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇന്ന കാര്യങ്ങൾ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അൺഹെൽത്തി പ്രാക്ടീസസും ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ നമ്മളതൊരു ഓക്കെ ഇത് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാം, ഇങ്ങനെ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇതെല്ലാം പ്രശ്നമാണെന്ന്. എന്നാൽ നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന കുറേ ട്രെയ്റ്റ്സ്, ബട്ട് ദാറ്റ്സ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്ന വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ഈ കൺട്രോളിങ് എന്ന് പറയുന്നതിനെ ഈ വാക്കല്ല അധികം നമ്മൾ ഉപയോഗിക്കാറ് പൊസസീവ്നെസ്സാണ്, അല്ലേ? പൊസസീവ്നെസ് നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ ഇഷ്ടം കൊണ്ടാണ് പൊസസീവ് ആവുന്നത് എന്നുള്ള രൂപത്തിൽ നമ്മൾ പലപ്പോഴും ഇനീഷ്യലി റിലേഷൻഷിപ്സിലാവുന്ന ആളുകൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ വന്നിട്ട് ആൾ ഭയങ്കര പോസിറ്റീവാണ്, ഞാനൊന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ, ഞാനതാ ചെയ്യുന്നതെന്ന് പറയട്ടെ കേട്ടോ, ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്ന് പറയട്ടെ കേട്ടോ. ഇനീഷ്യലി നമ്മൾ പറയില്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് ഫേസിൽ നിൽക്കുമ്പം ആളുമായിട്ട് കോൺവെർസേഷൻസ് കണ്ടിന്യൂ ചെയ്യാനും അതെപ്പോഴും എൻഗേജിങ് ആയിട്ട് നിർത്താനും നമ്മൾ ആ കോൺവെർസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ആക്റ്റുകളുണ്ടാവും ഇതുപോലെ. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ടില്ല, ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പേഴ്സണ് ഫീൽ ചെയ്യാം. ഇതൊക്കെ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്, എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ, എന്നോട് ചോദിക്കാതൊന്നും ചെയ്യരുത്, എനിക്കിഷ്ടമുള്ളതേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊരു
അൺഹെൽത്തി പാറ്റേൺ ആയിട്ടും നമ്മളുടെ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ടും നമ്മളെ ഫുള്ളി കൺട്രോൾഡ് ആയിട്ടൊക്കെ നമുക്ക് ലോങ് ടേമിലേക്ക് പോകുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്.